ഹലോ ഗൈസ്, അരുണാചൽ മല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അരുണാചൽക്കാരുടെ ഒരു ഫെസ്റ്റിവലാണ് ന്യോക്കും ഫെസ്റ്റിവൽ. അതായത് അരുണാചൽ പ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ട്രൈബലാണ് നിഷി കമ്മ്യൂണിറ്റി. അവരുടെ ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ കോൺസേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ പോയൊന്നും കോൺസേർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാലയാണ്. ഈ മാലയൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സാധാ മുത്തുമാലയാണെന്നൊക്കെ. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. 10,000, 8,000 അതിനും മുകളിലേക്കുള്ള മാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ എന്തോ ട്രഡീഷണൽ സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഭയ്യ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എന്താ പറയുന്നത് നമുക്ക് നോക്കിയത് എന്താന്ന്. भैया ये है आपका टिबेटियन बेल्ट ना, हम लोग यहाँ में उसको बहुत प्रेशियस मानते हैं ये जो। लेकिन अभी तो आजकल जो आदमी जो है कि मतलब मैन्युफैक्चर करता है, पहले ज़माना वाला जो बहुत कीमती होता है, जो ओरिजिनल वाला होता है, उसमें हम लोग को वहाँ में वैल्यू जो मिथुन में गिनता था। किसी किसी का बहुत जो वैल्यू वाला होता था उसका 100-200 मिथुन तक भी जाता था। ये हो गया हम लोग का यहाँ में ये ऐसे बेल्ट पहनते हैं इसको, यहाँ से रस्सी ऐसे ये भी बेल्ट में बना रहे हैं ये ऐसे वाला, ऐसे वाला ये बेल्ट है ना। हाँ ये बेल्ट वाला उसको हम लोग का ट्रेडिशनल जब ड्रेस पहनता है तो उसको यहाँ में पूरा ऐसे पहन के डांस करता है। ഇതൊക്കെ അവർ അരയിൽ ബെൽറ്റ് പോലെ ധരിക്കുന്നതാണ്. പിന്നെ ഓരോ ട്രൈബൽസിനും ഓരോ തരം മാലയാണ്. അപ്പോൾ ഈ മാല ഗാലോ ട്രൈബൽസിൻ്റെ ആണ് കേട്ടോ, ഈ യെല്ലോ ആൻഡ് ഗ്രീൻ വരുന്നത്. പിന്നെ ഇതൊക്കെ അവിടുത്തെ ഫുഡാണ്. മിഥുൻ, അതുപോലെ പലതരം ഇറച്ചികളൊക്കെ ഇതുപോലെ വേവിച്ച് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ കുറേ നമുക്ക് കടകൾ കാണാൻ പറ്റും, ഫുഡ് സ്റ്റോളുകൾ ഉണ്ടാവും. പിന്നെ ഇവരുടെ മെയിൻ ആൽക്കഹോൾ എന്ന് പറയുന്നത് അപ്പങ്ങാണ്. അപ്പോൾ അപ്പങ്ങൊക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പീടാണ്. ഇത് ബാമ്പും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. അതൊരു പീടാണ്, കുറേ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് എന്തൊക്കെയോ കൊണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മെയിൻ പൂജയുടെ അന്ന് ഇവർ ഒരു മിഥുനെ അതിൽ വെച്ച് കട്ട് ചെയ്തിട്ട് പൂജ ചെയ്യും. ലോകത്തിന് വേണ്ടിയിട്ട് അവർ സർവ്വ ഐശ്വര്യത്തിനും ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരാനും വേണ്ടിയാണത്രേ അവരിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ നിഷി ട്രൈബൽസിൻ്റെ പ്രധാന ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. റെഡ് ആൻഡ് വൈറ്റ് തീമിൽ വരുന്നതാണ് ഡ്രസ്സ്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.